ലോക്ക്ഡൌൺ തുടരും പുതിയ രൂപത്തിൽ. അതെന്തോ ഇനി പുതിയ രൂപത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അയവ് കാണുമായിരിക്കും. വാഹനമൊക്കെ ഓടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ അയവ് കാണുമായിരിക്കും. ഈ ലോക്ക്ഡൗൺ മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാ. നമ്മളൊക്കെ എന്താ പറയുന്ന ഈ വെളിയിൽ താമസിക്കുന്നവര്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർ എന്തെല്ലാം കഷ്ടപ്പാടുകൾ വരുന്നു. അതുകൊണ്ട് നമ്മുടെ വട്ടപ്പാറയിലെ കൊച്ചു തെരേസയുടെ മോളും മരുമോനും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും സൗദിയിലാണ്. ആ പെണ്ണ് ഗർഭിണിയാണ്. അതിന് 7-ാം മാസത്തിൽ അത് ബുക്ക് ചെയ്തതാണ് നാട്ടിൽ വരാനെ കൊണ്ട്. ഇതുവരെ അന്ന് തൊട്ട് കൊറോണ വിമാനം റദ്ദാക്കി. ഇന്നിപ്പോൾ അത് 9 മാസമായി. എന്നിട്ടും അതിന് വിസയൊക്കെ അടിച്ച് കിട്ടിയെങ്കിലും അതിന് വരാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലായിപ്പോയി. അങ്ങനെ എത്ര ഗർഭിണികളെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അത് നാട്ടിൽ വന്നാലോ അവർക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ കയറി സുഖപ്രസവം നടത്താനുള്ള വഴിയുണ്ടോ? മെനിയാന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ, ഓട്ടോയിൽ കിടന്ന് പ്രസവിക്കുന്നു, വഴിയിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് മാറി കൊണ്ടുവരുന്ന നിയമങ്ങൾ ജനം ബാധിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ മാസ്ക് ധരിക്കണമെന്നും അകലം പാലിക്കണമെന്നും പിന്നെ മറ്റുള്ള ആൾക്കാരെ കൂടി നിൽക്കരുതെന്നൊക്കെ പറയുന്ന ജനത്തിൻ്റെ സുരക്ഷതയ്ക്ക് വേണ്ടിയാണ്. അത് പാലിച്ചേ പറ്റും. മോനെ ഒന്ന് വിളിച്ചോണ്ടോ, അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്തെല്ലാം പണികൾ കിടക്കുന്നു. ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല. ആചാര്യം പേപ്പർ വായിക്കും. ഞാൻ അവനെ ഒന്ന് വിളിച്ചുണർത്തിട്ട് നേരം വെളുത്തിട്ട് ഇത്രയും നേരമായി. സൂര്യൻ ഉദിച്ച് മൂട്ടി വെയിൽ മേടിച്ച് എന്നിട്ട് ഒറ്റ ഒരെണ്ണം എഴുന്നേക്കണമെന്നുണ്ടോന്ന് നോക്കിക്കേ. നീ ഇതുവരെ എഴുന്നേറ്റില്ലയോ? എല്ലാ പിള്ളേരും എഴുന്നേറ്റ് അവരവരുടെ ജോലി നോക്കുന്നു. നീ എന്ത് വേടാ? എന്റെ മൂട്ടി വെയിലടിച്ചല്ലോടാ ഇതുവരെ എഴുന്നേക്കാൻ. ഞാൻ വെള്ളം കോരി ഒഴിക്കണോ? കൊറേ നേരം എഴുന്നേക്കെന്ന് പറയുന്നത്. പിന്നെ പിള്ളേരെ അവര് 6 മണിക്ക് എഴുന്നേക്കണം. ഓക്കെ ഞാൻ റെഡി ആയിട്ട് വന്നേക്കാം. ചെല്. ഉറക്കവും കളഞ്ഞ് ഇനി എന്നാ ഫ്രഷായിട്ട് വരണമായിരുന്നു. നമുക്ക് ഫ്രഷായിട്ട് ബാക്കി പരിപാടികൾ ചെയ്യണമായിരുന്നു. മമ്മിയുടെ വായന എനിക്ക് കേൾക്കും. മമ്മിയേ, കാപ്പ് കുടി കഴിഞ്ഞിട്ട് തറ ഉടച്ചാൽ മതിയോ? കാര്യം ഇപ്പം തന്നെ 9 മണി കഴിഞ്ഞു. അപ്പം കാപ്പുടി കഴിഞ്ഞിട്ട് തറ ഉടയ്ക്കാം. ഓക്കെ, നല്ല വൃത്തിയിൽ തുറച്ചേക്കാം കേട്ടോ. നമുക്ക് ഇന്ന് തറ ഉടയ്ക്കാം. അപ്പോൾ നമുക്ക് തറ ഉടയ്ക്കാം. അപ്പോൾ പിടിച്ചാലില്ലേ? എൻ്റെ ആടെ മാത്രമേ കഴിക്കാൻ. ഓക്കെ, കുഴപ്പമില്ല. സൂപ്പർ, നല്ല മയമുള്ള ദോശയാണ്. ദോശയും ചമ്മന്തിക്കറിയും കടിഞ്ചായും നല്ല കോമ്പിനേഷനാണ്. റേഷൻ കടയിലെ അരിയാണ് പച്ചരി. റേഷൻ കട അരിയാണോ? ഈ അടുത്ത അരി നല്ല അരിയാണ്. ഇത് കഴിച്ചിട്ട് ഇനി അടുത്ത പണിയുണ്ട്. മുറിക്ക വല്ലതും തുടച്ചിടണം, എന്നാലും ഉച്ചയ്ക്കത്തുള്ള ആഹാരം കിട്ടുന്നുള്ളൂ. ഉച്ചക്കത്തേക്ക് ആഹാരത്തിന് എന്താ വകയുണ്ട്? എല്ലാം തീർന്നിരിക്കുക. ആണോ? അരി ഇരിപ്പുണ്ടോ? അരി റേഷൻ കിട്ടിയ വെള്ളരി, റേഷനരി ഇച്ചിരി ഇരിപ്പുണ്ട്. ചോമ്പരി ഇല്ലയോ? അതെല്ലാം തീർന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ പരിപാടി? എന്തോ ഉച്ചക്കത്തെ പരിപാടിക്ക് ഇവിടെ ഒരു സാധനവും ഇരിപ്പില്ല. എല്ലാ സാധനങ്ങളും തീർന്നു. എവിടെ പണിക്ക് പോയി ജോലിക്ക് പോയിട്ടാ? ശരിയായിരുന്നു. എൻ്റെ സീസൺ ടൈം ആയിരുന്നു ഈ 2 മാസം. ഈ ഉണക്ക് പിടിച്ച സമയത്തായിരുന്നു എൻ്റെ സീസൺ ടൈം. ഈ സമയത്തായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ കോൾ വരേണ്ടതും ഞാൻ അതിന് പോയി ചെല്ലേണ്ടതും ഈ സമയത്തായിരുന്നു. എൻ്റെ വർക്ക് എടുക്കേണ്ടത് ഈ സമയമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു അവസ്ഥ വന്നുകൊണ്ട് വെളിയോട്ട് ഇറങ്ങാൻ പറ്റാതെ പോയി. നമ്മുടെ 19 കോൺട്രാക്ടർമാർ നമ്മുടെ കയ്യിലുള്ളതായിരുന്നു. എല്ലാം പോയി. ആർക്കും വർക്ക് കിടക്കുന്നില്ല. അതിൻ്റെ പ്രയാസത്തിൽ എല്ലാവരും ഇരിക്കുന്നത്. ലേബേഴ്സ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് വേണം. നമ്മുടെ കീഴിലുള്ള തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം കിടന്ന് ബുദ്ധിമുട്ടുമാണ് ഈ സമയത്ത്. ഒരു നിവൃത്തിയില്ലാതായിപ്പോയി. നമ്മൾ വലിയവരുടെ കാര്യം പോയിട്ട് കൊച്ചു പിള്ളേരുള്ളിടത്തൊക്കെ എന്ത് ചെയ്യും? അവർക്ക് ബിസ്ക്കറ്റ് വേണം, അപ്പം വേണം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിവൃത്തി? നമുക്ക് ഈ സമയത്ത് ചക്കയും ചക്കക്കുരുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കഴിക്കാൻ. പക്ഷേ അവർക്ക് അത് മോനെ ചക്ക തിന്നടാന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമോ? അവൻ കേൾക്കത്തില്ല. നമ്മളിപ്പോൾ APL കാർഡും BPL കാർഡും അവർക്ക് ഇഷ്ടം പോലെ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ APL കാർഡ് എന്ന് പറഞ്ഞാൽ നീല കാർഡുള്ളവർക്ക് എത്രയോ ഇടത്തര കർഷകർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് ആകെ കിട്ടുന്ന 15 കിലോ അരിയാണ്. പിന്നെ ചിലപ്പോൾ റേഷൻ കിറ്റായിട്ട് 3 കിലോ അരി, 5 കിലോ അരി, അതിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല.
വേറെ ഒരു ആനുകൂല്യം അവർക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് തന്നെ എന്തോ കിട്ടി, ഒന്നും കിട്ടില്ല. ആകെ കൂടെ 15 കിലോ അരിയല്ലേ കിട്ടിയുള്ളൂ. ഈ 2 മാസം കൊണ്ട് കിട്ടിയ 15 കിലോ അരിയാണ്. പിന്നെ ഈ കിറ്റ് കിട്ടുന്നെന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അത് കിട്ടിയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്ന ആരോ നോക്ക്. ഹലോ, സാജനാണോ? എന്തുണ്ട് മോനെ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാ. പക്ഷെ മോനെ ഇച്ചിരി ബുദ്ധിമുട്ടില്ല, കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ ഇച്ചിരി പ്രയാസമാണ്. മോനൊക്കെ ഇച്ചിരി പൈസ അയച്ചു തരണം. എന്താ നിനക്ക് ജോലി ഇല്ല? കമ്പനിയിൽ വർക്കൊന്നും നടക്കുന്നില്ലെന്നോ? നിന്റെ ചെലവിന് മാത്രമേ കിട്ടുന്നുള്ളൂ? ശരി. ഇവിടെ ഭയങ്കര പ്രയാസത്തിലാണ്. അവനെ ബുദ്ധിമുട്ടിക്കണ്ട. കുഞ്ഞിന്റെ കാര്യമൊക്കെ ഓർക്കുമ്പോ ഭയങ്കര പ്രയാസം. അവനെ ബുദ്ധിമുട്ടിക്കണ്ട. മോൻ ഒറ്റയ്ക്ക് കഴിയുന്നിടത്ത് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങൾ എങ്ങനെങ്കിലും കഴിയും. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴേ ഉള്ളു വിഷമം. സാരമില്ല. ജോലിയിലാന്ന് ചോദിച്ചേ? ജോലിയിലാണോ അതോ ജോലി ഇല്ലയോ ഇപ്പം? ജോലിക്ക് പോകുന്നേ ഉള്ളു, വർക്കൊന്നും നടക്കുന്നില്ല. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്താ ഇനി വഴി. സൂക്ഷിക്കണം, എപ്പോഴും വൃത്തിയായിട്ടൊക്കെ നടക്കണം. ശരി ശരി, എന്നാ ഓക്കെ. ഇത് വരിക്കച്ചക്കയാ. ചക്കക്കുരുവും കഴിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. എല്ലാവർക്കും അത് തന്നെ, എല്ലാവർക്കും ഗ്യാസ് ട്രബിളിന്റെ അസുഖമുണ്ട് ഇപ്പൊ. മീൻ പോയില്ലായിരുന്നു ഇതിലെ? മീൻ അങ്ങനെ 140 രൂപയ്ക്ക് 7 ചാള. 140 രൂപയ്ക്ക് 7 ചാള. ഫസ്റ്റ് ഇതൊക്കെ സാധാരണക്കാരെ നമ്മൾ എങ്ങനെ മേടിച്ച് കഴിക്കും? അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഇന്നും ചക്കയാണ്. ഇന്നും ചക്കയാ. അപ്പൊ ഇതിനൊരു അവസാനം ഇല്ല. ഈ പ്ലാവയിൽ ചക്ക ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ചക്ക ഇല്ലായിരുന്നെങ്കിൽ ആകെ കറങ്ങിപ്പോയേനെ.